കേരള രാഷ്ട്രീയത്തിൽ കാണാത്തൊരു പുതുമയ രാഷ്ട്രീയമാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇന്നലെ ഗവർണർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുമിച്ചിരുത്തി വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഇതെല്ലാം കുറച്ചു നാൾ മുൻപ് ഈ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഇരുത്തണമെങ്കിൽ എന്തെങ്കിലും വർഗീയ സംഭവങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ മദനി ജയിലിൽ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രമേയം പാസ്സാക്കണമെങ്കിൽ എന്തെങ്കിലും രാജ്യവിരുദ്ധ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഒന്നിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് വികസനത്തിന് വേണ്ടി ഇപ്പോൾ ഒരു മാറ്റം? അതാണ് BJPയുടെ വികസന കാഴ്ചപ്പാട്. നമ്മളെ ബഹുമാനപ്പെട്ട ഗവർണർ പല സംസ്ഥാനത്തും ഇരുന്നിട്ടുണ്ട്. ആദ്യം ഹരിയാനയിലിരുന്നു. ഹരിയാന എന്ന് പറയുന്ന ഹരിയാനയുടെ റൂറൽ മേഖല വളരെ മോശമായിരുന്നു. അവിടെ അദ്ദേഹം MLA-മാരുടെ മീറ്റിംഗ് വിളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഹിമാചൽ പ്രദേശിലെ ഗവർണറായി ഇദ്ദേഹം പോയി. നമുക്കറിയാം, കോൺഗ്രസ് ഭരണകാലത്തൊക്കെ ഹിമാചൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിമാചലിലൊക്കെ ടൂറിസത്തിന് പോയിട്ടുള്ളതാണ്. റോഡ് സൈഡിലെല്ലാം ആണ് 1ഉം 2ഉം ആൾക്കാർ ഉപയോഗിക്കുന്നത്. വളരെ ഇത്രയും ടൂറിസം മേഖല വന്നാൽ നേരെ ബാത്റൂമിൽ പോകാൻ ഒരു സ്ഥലമില്ലായിരുന്ന സ്ഥലങ്ങളാണ്. അവിടെയും സിംല എന്ന് പറയുന്ന നഗരത്തെ വളരെ മനോഹരമാക്കുവാൻ സിംല നഗരസഭയുടെ കൗൺസിലർമാരെയും MLA-മാരെയും ഉൾപ്പെടുത്തി ഇദ്ദേഹം ഒരു ഡെവലപ്മെൻറ്റ് കമ്മിറ്റി രാജേന്ദ്ര അർലേക്കർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ അദ്ദേഹം മഹാരാഷ്ട്രയിൽ വന്നു. മഹാരാഷ്ട്രയുടെ നാഗ്പൂർ എന്ന് പറയുന്ന നഗരം, പൂനെ എന്ന് പറയുന്ന നഗരം, മഹാരാഷ്ട്ര നമുക്കറിയാം. ബോംബെ പോയാൽ റോഡിൽ കൂടി പോയാൽ തിരിച്ച് റോഡ് വരാൻ കഴിയുകയില്ല. ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ എല്ലാ റോഡ് തിരിയുന്നിടത്തും ചുവപ്പിൽ വെള്ളയിൽ അലാപനം ചെയ്തുകൊണ്ട് ഏത് റോഡിൽ കൂടി പോയാൽ എവിടെ എത്താം. പണ്ട് മഹാരാഷ്ട്രയിലൊക്കെ പോയാൽ ഒരു റോഡിൽ പോയാൽ വേറൊരു റോഡിൽ വരാൻ ആരുടെങ്കിലും നമ്മൾ ഹിന്ദിയിൽ ചോദിക്കണം. പക്ഷേ ആർക്കും എത്രയും എളുപ്പമെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ പറ്റുന്ന ടൗൺ ഡെവലപ്മെൻറ്റിന് പുള്ളി എല്ലാ കൗൺസിലറെയും മേയറെയും വിളിച്ച് യോഗങ്ങൾ വിളിക്കാറുണ്ട്. നേരെ പുള്ളി അടുത്ത് പോയത് ബീഹാറിലേക്കാണ്. ബീഹാർ എന്ന് പറയുന്ന പാട്ന നഗരം വളരെ വൃത്തിഹീനമില്ലാത്ത ഉത്തരേന്ത്യയിലൊരു നഗരം. ദാരിദ്ര്യം കൊണ്ട് അങ്ങേയറ്റം, എവിടെയും ഭിക്ഷാടനം, ഒരു ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല. ഇന്ന് പാട്ന നഗരത്തിൽ പോയി നോക്കുക, എന്ത് സുന്ദരമായ നഗരം. പണ്ട് ഒരു 25 വർഷത്തിന് മുമ്പേ തിരുവനന്തപുരം നഗരത്തിൽ എങ്ങനെയൊക്കെയാണോ പ്ലാറ്റ്ഫോമിൽ പൂക്കളും ഐലൻഡുകൾ വൃത്തിയായി കിടന്നത്, ആ രീതിയിൽ അവിടെ ഡെവലപ്മെൻറ്റ് പുള്ളി, അവിടുത്തെ കൗൺസിലർ, MLA, MP, അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ല പ്രശ്നം. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലങ്ങളുടെ നഗരങ്ങൾ ക്ലീനാക്കുക, സംസ്ഥാനങ്ങൾ ഡെവലപ്മെൻറ്റ് ചെയ്യുക. പുള്ളിക്ക് ഈ ക്വാളിറ്റി കിട്ടിയത് രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിൽ നിന്നാണ്. പുള്ളിയുടെ അച്ഛൻ രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിൻ്റെ പ്രചാരകഷിപ്പിലുള്ള ആളായിരുന്നു ഗോവയിൽ. പല സംസ്ഥാനങ്ങളിലും അദ്ദേഹം പ്രവർത്തനം. നമുക്കറിയാം, പ്രചാരകന്മാരെന്ന് പറഞ്ഞാൽ കാവി ധരിക്കാത്ത സന്യാസിമാരെന്നാണ് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് എപ്പോഴും ഭാരതാംബ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ദാരിദ്ര്യവും ദുഃഖവും സമ്പന്നരുടെയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം അറിഞ്ഞു വളരുന്ന ഒരു സ്വയം സേവകനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ രാജേന്ദ്ര അർലേക്കർ. അദ്ദേഹം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെയും അതുപോലുള്ള MLA-മാരെയും കണ്ടാൽ ഇവിടുത്തെ ഭരണകർത്താക്കൾ പറയുന്നത് ഫെഡറൽ ഭരണ സംവിധാനത്തിൽ ഗവർണർമാർ ഇടപെടുന്നത് ശരിയല്ല. ഏത് ഭരണഘടനയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്? കേന്ദ്രം ഒരു നോമിനിയെ കേരളത്തിൽ അയക്കുമ്പോൾ കേരളം കൊടുക്കുന്ന കാശുകൾ വിനിയോഗിക്കണമോ? കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ജനങ്ങൾ സുഭിക്ഷമാണോ എന്നറിയാൻ ഗവർണർക്ക് കേന്ദ്രത്തിൻ്റെ രാഷ്ട്രപതിയുടെ നോമിനിയാണ് കേരളത്തിൽ വന്നിരിക്കേണ്ടത്. അല്ലാതെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വന്ന ഫയലുകൾ മാത്രം ഒപ്പിടുകയും സെക്രട്ടേറിയറ്റിൽ നിന്ന് ചില തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി പോകുന്ന കൊഞ്ചുമീനും കശുവണ്ടിയും കഴിക്കുക മാത്രമല്ല ഗവർണറുടെ ജോലി. മുമ്പിരുന്ന ഗവർണർമാരെല്ലാം ചെയ്തിട്ടുള്ളത് അതാണ്. എന്തൊക്കെ ഫയലുകൾ അസംബ്ലി പാസ്സാക്കി ധനകാര്യ മന്ത്രാലയമോ പൊതുഭരണ വകുപ്പോ സെക്രട്ടേറിയറ്റിൻ്റെ വകുപ്പ് സെക്രട്ടറിമാർ അയക്കുന്ന ഒപ്പിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പിരുന്ന ഗവർണർമാരെല്ലാം. പക്ഷേ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ, രാജേന്ദ്ര അർലേക്കർ തുടങ്ങിയവർ വന്നതിന് ശേഷം പ്രതിച്ഛായ മാറി. ഇവിടെ ഗവർണർക്ക് അധികാരം ഭരണഘടനയിലുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ വരുന്ന CM-നും മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും MLA-മാർക്കും ഉള്ളതുപോലത്തെ ഭരണഘടന
ആനുകൂല്യങ്ങളും ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളും ഗവർണർക്കുണ്ട് എന്ന് ജനങ്ങളെ ബോധിപ്പിച്ചത് മുൻ ഗവർണറും ഇപ്പോഴത്തെ ഗവർണറുമാണ്. ഇപ്പോൾ സിൻഡിക്കേറ്റിലെ ചാൻസലർ മുഖ്യമന്ത്രിയായിട്ടൂടെ നിയമം പാസ്സാക്കി കൊണ്ടുവന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതിയുടെ നോമിനിയാണ് ചാൻസലർ. വൈസ് ചാൻസലർ ഗവർണർ നിയമിക്കും. ഇവിടെ കാലാകാലങ്ങളിൽ മുമ്പുണ്ടായിരുന്ന എന്താ, മുഖ്യമന്ത്രിയും ക്യാബിനറ്റും പറയുന്ന ഒരാളെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കും. അതുകൊണ്ടാണ് ഓരോ പാർലമെൻറ്റിൽ എം പിമാർ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? കർണാടകയിലൊക്കെ ചില എം പിമാർ പോകുമ്പം വളരെ പണ്ഡിതനായിട്ട് സംസാരിക്കുന്ന കേട്ടല്ലോ, ചിരിച്ച് കളയുന്നത്. അത്തരത്തിൽ യൂണിവേഴ്സിറ്റികളെല്ലാം രാഷ്ട്രീയവൽക്കരിച്ച് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസ നിലവാരം കുറവായി. ഡൽഹിയിൽ പോയാൽ CUT പോലുള്ള പരീക്ഷകൾക്ക് ഇൻ്റർവ്യൂ ബോളിൽ ഇരിക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. പാർലമെൻറ്റിൽ പോയാൽ ഇംഗ്ലീഷ് നല്ല രീതിയിൽ NK പ്രേമചന്ദ്രൻ തുടങ്ങിയ ചില വ്യക്തികളല്ലാതെ നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ സ്പീച്ച് ചെയ്യുന്നതല്ലാതെ ബാക്കിയുള്ളവർക്ക് അവരുടേതായ ഭാഷയിൽ സംസാരിക്കാമല്ലോ. ഇന്ത്യയുടെ എല്ലാ ഭാഷകളും പാർലമെൻറ്റിൽ പറയാം. അത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ സ്പീക്കറിൻ്റെ PM അവിടെയുണ്ട്, പാർലമെൻ്ററി സെക്രട്ടറിമാരവിടെ ഉണ്ട്. അതുപോലെ പക്ഷേ എല്ലാം പണ്ഡിതരാണ് കേരളത്തിൽ. അപ്പോൾ നമ്മുടെ സർവകലാശാലകളെയെല്ലാം സമരം ചെയ്ത് കുളമാക്കി. അപ്പോൾ ഇതിനൊരു അറുതി വരുത്തണമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ കപ്പാസിറ്റിയുള്ള ഗവർണർമാരെ കേന്ദ്രം കേരളത്തിലേക്ക് അയച്ചത്. അത് ജനാധിപത്യ പ്രക്രിയയിൽ അർലേക്കർ സാർ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അദ്ദേഹം BJP കൗൺസിലറെ മാത്രമല്ല വിളിച്ചത്, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന SP ദീപകിനെ വിളിച്ചു. അടുത്ത പ്രതിപക്ഷമായിട്ട് മൂന്നാമതിരിക്കുന്ന മുൻ MLA ശബരിനാഥനെ വിളിച്ചു. എല്ലാ കൗൺസിലർമാരും വരണമെന്ന് പറയുന്നു. ചായ സൽക്കാരം കൊടുത്തു. അദ്ദേഹം പ്രതിപാദിക്കുന്നു, നമ്മുടെ നഗരം, നമ്മുടെ സംസ്ഥാനം ഒന്നാമത് ഭാരതത്തിൽ ഒന്നാമത് വരണം. ലോകം സാമ്പത്തിക ശക്തിയിൽ 4ാം സ്ഥാനത്ത് വരുമ്പോൾ അല്ല, പണ്ട് ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വിവാദത്തിലേക്ക് പോകും, എതിർപ്പ് പ്രകടിപ്പിക്കും. അതെ. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു എതിർപ്പിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ കടക്കുന്നില്ല? അവർ തിരിച്ചറിയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വികസനോടൊപ്പം നിന്നില്ലെങ്കിൽ അവർക്ക് തിരിച്ചടി ഉള്ളതായി അവർ അങ്ങനെ അവസാന ഘട്ടമെങ്കിലും തിരിച്ചറിയുകയാണോ? അല്ല, കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരയുള്ള ഇത് കേരളത്തിലാണ്. അതില്ലെന്ന് പറയുന്നില്ല. മുഖ്യമന്ത്രിക്കും എല്ലാം അതിൽ കഴിവുണ്ട്. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാണ്. പക്ഷേ ആ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയും കരിക്കുലത്തെയും രാഷ്ട്രീയവൽക്കരിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് പാഠ്യപദ്ധതികൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത് AKG പഠിപ്പിക്കാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പഠിപ്പിക്കാം, തെറ്റില്ല. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പഠിപ്പിക്കാം, ചരിത്രമാണ്. അതുകൊണ്ട് അതുപോലെ ഇവിടുത്തെ തുഞ്ചത്താചാര്യൻ മലയാള ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. മലയാളത്തെ കേന്ദ്രത്തിൽ പാർലമെൻറ്റിനകത്തോ ശ്രേഷ്ഠ ഭാഷാ പദവി കൊടുത്തിട്ടില്ല. BJP ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അത്തരത്തിലൊരു പദവിയിലേക്ക് നമ്മുടെ MR തമ്പാൻ സാറും ജോർജ് ഓണക്കൂർ സാറും മരിച്ചുപോയ ONV സാറൊക്കെ സമരം ചെയ്ത് തമിഴിന് അംഗീകാരം കൊടുത്തിട്ടും മലയാളത്തിന് അംഗീകാരം കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് വേണ്ടി ഒരു സ്മാരകം ചെയ്യുവാനോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ വയ്ക്കുവാനോ മലപ്പുറത്ത് ഈ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ല. അവിടെ തുഞ്ചത്ത് ആചാര്യൻ പ്രതിമ വരികയാണെങ്കിൽ അവിടെ ജിഹാദുകൾ ഇളവും. ജിഹാദുകൾ മലപ്പുറത്ത് ഒരു ഹിന്ദു ആരാധനാ രീതിയെയോ ആചാര്യന്മാരെ വളർത്തുകയില്ല. അവിടുത്തെ തുഞ്ചൻ പറമ്പിനകത്ത് അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം ചെന്ന് നോക്കണം. വളരെ ദയനീയതയാണ്. നമ്മളെ ഭാഷയ്ക്ക് വേണ്ടി ഒരു പിതാവ് ഉള്ളപ്പോൾ ആ പിതാവിൻ്റെ ഒരു സ്മരിക്കുവാൻ സ്ഥലം വേണ്ടേ? എന്തിന് തിരുവനന്തപുരത്ത് നോക്കുക, എത്ര പേരുടെ പ്രതിമകളുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന് പ്രയത്നിച്ചവരുടെയും ഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെയും ഒരു പ്രതിമ തിരുവനന്തപുരത്തുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ എല്ലാം രാഷ്ട്രീയവൽക്കരണം വരരുത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റോഡുകൾ നല്ലതാകണം, വ്യവസായശാലകൾ വരണം, തിരുവനന്തപുരം തലസ്ഥാനമാണ്, വിഴിഞ്ഞം പ്രോജക്റ്റുകൾ പോലെ വരുന്നു, അതുപോലെ ഫിഷറീസ് പ്രോജക്റ്റുകൾ വരുന്നു, ബ്രഹ്മോസ് പോലുള്ളത് വരുന്നു. ജനാധിപത്യ പ്രക്രിയയിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കാശുകൾ ഇവിടെ വിനിയോഗിക്കണം. കേന്ദ്രത്തിൽ നിന്ന് റോഡുകൾക്ക് വേണ്ടി എന്ത് ഫണ്ട് കൊടുത്തു? പകുതി പോലും വിനിയോഗിച്ചില്ലല്ലോ കഴിഞ്ഞ നഗരസഭ. സ്മാർട്ട് സിറ്റി പദ്ധതി പല സ്ഥലങ്ങളിലും മൂത്രപ്പുരകൾ സ്മാർട്ട് സിറ്റി ഉണ്ട്. എവിടെയെങ്കിലും 1ഉം 2ഉം ഉപയോഗിക്കാൻ പറ്റുമോ? 2 മാസം കഴിയും, അത് പൊളിഞ്ഞ് തരിപ്പണമായി പോവും, വെട്ടിപ്പ്.
റോഡുകൾ, അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കേബിളുകൾ അണ്ടർഗ്രൗണ്ട് ആക്കണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ പുതിയതായിട്ട് തിരഞ്ഞെടുക്കുന്ന കൗൺസിലർമാർക്ക് അദ്ദേഹത്തിൻ്റെ പരിചയസമ്പന്നിൽ ബീഹാറിലും പാട്നയിലും സിംലയിലും ഹരിയാനയുടെ കുരുക്ഷേത്രയിലും മഹാരാഷ്ട്രയിലെ ബോംബെയും നാഗ്പൂരും അതുപോലെ പൂനെയിലുമൊക്കെ ചെയ്ത കുറേ അനുഭവ സമ്പത്ത് ബഹുമാനപ്പെട്ട ഗവർണർ ഈ ജനപ്രതിനിധികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്ത് തെറ്റ്, എന്ത് ഫെഡറൽ സംവിധാനം? ഇതിനെ എന്തിനു മാർക്സിസ്റ്റ് പാർട്ടി പേടിക്കുന്നു? ഇത്തരത്തിൽ പുതിയ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാനൊരു നേതൃസ്ഥാനത്ത് വരുമ്പോൾ ഒരു സെമിനാറോ ക്ലാസ്സോ എടുക്കുവാൻ മുകളിൽ നിന്നൊരു ആളെ ഏൽപ്പിച്ചാൽ നമ്മൾ അദ്ദേഹത്തെ നിഷേധിക്കുന്ന എന്തിന്? കേരളം എന്തിനും ഏതിനും നിഷേധാത്മക നിലപാട് എന്നും കേരളം പറയുന്നൊരു മുദ്രാവാക്യം. ഇതിവിടെ നടക്കൂല, ഈ പരിപ്പ് ഇവിടെ വേകൂല. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് രാജ്യം വളരുന്നതോളം മറ്റ് സംസ്ഥാനങ്ങൾ വളരുന്നിടത്തോളം കാലം തിരുവനന്തപുരവും കേരളവും വളരണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ആഗ്രഹമുള്ളതുകൊണ്ടും ഇവിടുത്തെ കുട്ടികൾ വിദേശത്തേക്ക് ഇങ്ങ് പോകാതിരിക്കുവാൻ വേണ്ടി സ്കിൽ ഡെവലപ്മെൻറ്റ്, ഗവർണർ പറഞ്ഞതിൽ ഒരു കാര്യം അതാണ്. വിവിധ ടെക്നോളജിസ്റ്റുകൾ പല രാജ്യത്തും പല കമ്പനികളിൽ സിഇഒമാർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഗൂഗിളിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇരിപ്പുണ്ട് മലയാളികളാണ്. എന്തുകൊണ്ട് അവർ സ്വന്തം രാജ്യത്ത് ഉപയോഗിച്ചുകൂടെന്ന് നമ്മുടെ മാനനീയ പ്രധാനമന്ത്രി ചോദിക്കുന്നു. നമ്മുടെ IT മിഷൻ കൈകാര്യം ചെയ്യുന്ന അശ്വിനി വൈഷ്ണവ് പറഞ്ഞു, പുതിയ ട്രെയിൻ ഇവിടെ വന്നു, ഗ്ലാസ്സിൽ വെള്ളം വെച്ച് പരീക്ഷിച്ചപ്പോൾ വാട്സപ്പുകളിൽ വരുന്ന കമൻറ്റുകൾ കാണണം. ഇവരുടെ ആൾക്കാരല്ലേ ഇവിടെ മുമ്പ് ഭരിച്ചത്. ആ വെള്ളം ചലഞ്ച് ഇങ്ങനെ തിളച്ച് ഈ തിര വരുന്നത് ആ ട്രെയിനിൽ കാണിച്ചു. ആ ടെക്നോളജി വളർന്നു. എന്നിട്ട് ചില വാട്സപ്പിൽ ചില ആൾക്കാർ കമൻറ്റ് കൊടുക്കണം, എന്താ 600 മീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിൻ ഉണ്ടാക്കണം, ഇത് ഉഡായിപ്പാണ്, അസംബ്ലി തിരഞ്ഞെടുപ്പ് വരണം എന്നാണ്. ഇത്രയും കാലം ഇവിടെ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നല്ല രീതിയിലായതെങ്ങനെ? വാജ്പേയി ഗവൺമെൻറ് വന്നതിന് ശേഷം O രാജഗോപാൽ കേന്ദ്രമന്ത്രിയായതിനു ശേഷമാണ് 4 പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്ന റെയിൽവേക്ക് 8 പ്ലാറ്റ്ഫോം ആക്കിയത്. അന്ന് റെയിൽവേ ഫാമിൽ പോകണമെങ്കിൽ നമ്മൾ ടാർച്ച് കൊണ്ടുപോകണം അപ്പുറത്തെ പാളത്തിൽ പോകാൻ വേണ്ടി. ഇന്നോ നല്ല പകൽ പോലെ ലൈറ്റ് കത്തിച്ചിട്ടിക്കുകയല്ലേ. എന്ത് സുന്ദരമായ റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷനെ ഇനി മാറ്റിയിട്ട് സ്മാർട്ട് സിറ്റി എയർപോർട്ട് പോലത്തെ റെയിൽവേ സ്റ്റേഷൻ ആക്കണമെന്ന ബഹുമാനപ്പെട്ട അർലേക്കർ സാറ് കൗൺസിലർമാരോടും മേയറോടും ഡെപ്യൂട്ടി മേയറിനോടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോടും പറഞ്ഞിരിക്കുന്നത്. അതിനെന്ത് തെറ്റ്? ഇവിടെ കാണുന്നതെല്ലാം കമ്മ്യൂണിസത്തിലേക്ക് പോയാലും ചെയ്യുന്ന വികസനത്തിനെല്ലാം എതിർക്കുന്നത് എന്തിനാണ്? ഇത് കേരളത്തിലെ ജനത മനസ്സിലായി, വിവരമുള്ള കേരളത്തിലെ ജനങ്ങൾ മനസ്സിലായി. ഇത്രയും കാലം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത് പ്രവർത്തിക്കും ആൾ കിട്ടുകയില്ല, കല്ലെറിയുവാൻ ആളില്ല. അത് മനസ്സിലാക്കിയ ഗവർണർ ആരംഭത്തിലെ അവർക്ക് വിരുന്ന് കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ നല്ല കാര്യം ചെയ്ത് അടുത്ത നിങ്ങളുടെ തീരണനകത്തെങ്കിലും കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കണം. വിവിധ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഹെൽത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, PWD സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഇതിനെല്ലാം സെപ്പറേറ്റ് ഫണ്ടുകൾ കേന്ദ്രം വരും. ഇന്ന് മെഡിക്കൽ കോളേജിൽ പോയാലോ നല്ല രീതിയിൽ ഹെൽത്ത് ഒരു OP ടിക്കറ്റിന് പോലും ചാർജ് കൂടുതല. ഒരിടവും ഇല്ല OP ടിക്കറ്റിന് ചാർജ്, കേരളത്തിലുണ്ട്. അങ്ങനെ ഇവിടുത്തെ സ്മാർട്ട് സിറ്റി ബസ്സുകൾ, ആ ബസ് തർക്കങ്ങളുണ്ടായിരുന്നല്ലോ മന്ത്രിയും ബഹുമാനപ്പെട്ട മന്ത്രിയും മേയറുമായിട്ടൊക്കെ, അത് എങ്ങനെ ഉപയോഗിക്കാം? ഇതിനെയെല്ലാം മറ്റു നഗരങ്ങളിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരു ഗവർണർ ഇവിടുത്തെ ആൾക്കാരെ വിളിച്ച്, ഇവിടുത്തെ കൗൺസിലർമാരെയും മേയറെയും വിളിച്ച് ഒരു ഉപദേശം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇത് മാർക്സിസ്റ്റ് പാർട്ടി അങ്കലാപ്പാണ്. ഗവർണറെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നു, അടുത്ത തെരഞ്ഞെടുപ്പ് എന്നാണ് അവർ പറയുന്നത്. ഇതൊന്നും കേന്ദ്രം ബാധകമല്ല. നല്ല രീതിയിലേക്ക് പോകും. ഈ കേരള സംസ്ഥാനത്തെയും തിരുവനന്തപുരത്തെയും കേന്ദ്ര ഗവൺമെൻറ് ഡെവലപ്മെൻറ്റിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.